ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനദർ വീഡിയോ. നമുക്കിന്ന് പുതിയ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഇത് ഒരു ഓഡിയോ എഡിറ്ററാണ്. സോ നമുക്ക് ഒരു ആപ്ലിക്കേഷനിൽ തന്നെ എല്ലാ രീതിയിലുള്ള എഡിറ്റിങ്ങും ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഓഡിയോ എഡിറ്ററാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ പേര് ഓഡിയോ ലാബ് എന്നാണ്. ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓഡിയോ ലാബ്. സെക്കൻഡ് വന്നിരിക്കുന്ന ആപ്ലിക്കേഷനാണ് ഓഡിയോ ലാബ് ഓഡിയോ എഡിറ്റർ റെക്കോർഡർ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഓഡിയോ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രിം ഓഡിയോ, മിക്സ് ഓഡിയോ, മേർജ് ഓഡിയോ, നിറയെ ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. സോ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. എന്ത് തരത്തിലുള്ള എഡിറ്റിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ചിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് നോയിസ് ജനറേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇതാണ്. പക്ഷേ ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 5 മിനിറ്റ്സ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രീമിയം വേർഷനിലാണ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീ ആയിട്ടും ഉപയോഗിക്കാം, പ്രീമിയം വേർഷനിൽ ഉപയോഗിക്കാം. അപ്പോൾ പ്രീമിയം വേണം എന്നുള്ളവർ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്രീമിയം സിമ്പിൾ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ 1 ഇയറിലേക്കാണ് 1700, 1100, 1 വീക്കിലേക്കാണ് 85, ലൈഫ് ടൈമാണ് 5000. സോ ഇങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ട്രിം ചെയ്ത് കാണിച്ചു തരാം, ഒരു ഓഡിയോ ട്രിം ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ട്രിം ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനുശേഷം നമുക്ക് എവിടെയാണോ എഡിറ്റ് ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ സൂം ചെയ്യുക. സൂം ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രിം ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യേണ്ടത്, നമ്മുടെ അവിടെ കോർണർ എവിടെയാണോ അവിടെ കൊണ്ടുപോയി ഇത് പ്ലേസ് ചെയ്യാം. താഴെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ട്രിം, ഡിലീറ്റ്, സൈലൻസ്, ഫേഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഏതാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ താഴെ ഡിലീറ്റ് ചെയ്യാണ്. ഈ പോർഷൻ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ പ്ലേ ബട്ടൺ കാണാൻ പറ്റും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലേ ആവുന്ന മ്യൂസിക് പ്ലേ ആവും. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് കേട്ടതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇതിൽ ഡിലീറ്റിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കാണാൻ സാധിക്കും വളരെ സ്പീഡാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഡിലീറ്റ് ആവുന്നുണ്ട്. സോ ആ പോർഷൻ മാത്രം ഇതിവിടെ കട്ടായി പോയിട്ടുണ്ട്. സോ അതിന് ശേഷം നമ്മളിവിടെ സേവ് എന്ന ഓപ്ഷൻ താഴ്ഭാഗത്തെ ലെഫ്റ്റ് സൈഡിൽ സേവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് പേര് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇത് സേവ് ആയിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ഇവിടുന്ന് തന്നെ ഇനി വേറൊരു ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും സാധിക്കുന്നതാണ്. ഒരു ഷെയർ കൊടുക്കുക. നമുക്ക് ഏതാ കോപ്പി, നമുക്കൊരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് കോപ്പി ചെയ്യുക, അല്ല വാട്സപ്പ് ഒരു ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഏതൊരു ട്രിം ചെയ്യാനാണെങ്കിലും മിക്സ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.